തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ജനുവരി 2 മുതൽ 13 വരെ ആഘോഷിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യ വരദായനയായ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 മുതൽ 13 വരെ ആഘോഷിക്കുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അകവൂർ മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 2 വൈകിട്ട് 4:30 ആരംഭിക്കുന്നതോടെ നടതുറപ്പ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വെർച്വൽ ക്യൂവിൻ്റെ ബുക്കിംഗ് ഏതാണ്ട് വലിയൊരു തോതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വൻ ഭക്തജന തിരക്കാണ് നമ്മൾ ഈ ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ പ്രാരംഭമായിട്ട് അകവൂർ മനയിൽ നിന്ന് ജനുവരി 2 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. തിരുവാഭരണ ഘോഷയാത്ര അവിടെ നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തി കൃത്യം 8 മണിക്ക് ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുന്നതോടുകൂടി ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്നതാണ്. തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം രാത്രി 8 പ്രത്യേക ആചാരങ്ങളോടെയാണ് നട തുറക്കുന്നത്. തുടർന്ന് ഭക്തർ ദർശനം നടത്തിയ ശേഷം രാത്രി 10 നടയടയ്ക്കും. ഭക്തർക്ക് ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതിന് 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് സൗജന്യമായി തിളപ്പിച്ചാറിയ കുടിവെള്ളം ലഭിക്കും. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്നതിനുമായി പോലീസ് സേനയ്ക്ക് പുറമെ പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡുകളുടെയും വോളണ്ടിയർമാരുടെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ക്യൂ നിൽക്കുന്ന പന്തല് ഏതാണ്ട് 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ്. ആ പന്തലിൽ ഫസ്റ്റ് എയ്ഡ് സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കുടിവെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കാനുള്ള വാളണ്ടിയർമാർ സജ്ജമാണ്. അത്യാവശ്യം കുട്ടികൾക്കും മറ്റു ഇതുണ്ടെങ്കിൽ കുടിവെള്ളവും ബിസ്ക്കറ്റും മറ്റു അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല 2 ക്യൂ ഗ്രൗണ്ടിലും ആംബുലൻസ് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എ മോഹൻകുമാർ, വൈസ് പ്രസിഡന്റ് പി കെ നന്ദകുമാർ, സെക്രട്ടറി എൻ മോഹനൻ, പബ്ലിസിറ്റി കൺവീനർ MS അശോകൻ, മാനേജർ MK കലാധരൻ, മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവരും സംബന്ധിച്ചു.